ഗായ്സ് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ട്ടോ, ഇത് മണ്ണാണ്. നമുക്ക് നോർമലി നമ്മൾ ഈ ക്രാങ്ക് കേസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാറുള്ള ഒരു മെറ്റീരിയലേ അല്ല ഇത് ട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ മണ്ണ് വാരിയിട്ടത് ആരായിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് എൽബോ ആണ്. ദീർഘകാലം വെള്ളത്തിൽ ഓടുന്ന സമയത്ത് എഞ്ചിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഏത് രീതിയിലായിരിക്കും റസ്റ്റ് വരിക എന്നുള്ളത് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും ട്ടോ. വെള്ളം വാഹനങ്ങളിൽ ഒഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അത് നമ്മുടെ എഞ്ചിനെ ഏത് രീതിയിലായിരിക്കും ഡാമേജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പല രീതിയിലുള്ള കൊറോഷൻസ് ആണ് പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നത് കേട്ടോ. കാരണം ഈ വെള്ളം എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അവിടെ ഓക്സിഡേഷൻ സംഭവിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റിൽഡ് വാട്ടർ കൂളൻ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതായത് നമ്മൾ കരുതും ജസ്റ്റ് ഇതിൻ്റെ റേഡിയേറ്റർ മാത്രം റീപ്ലേസ് ചെയ്താൽ മതി എന്നൊക്കെ നമ്മൾ കരുതും കേട്ടോ. പക്ഷേ ഈ ഒരു വെള്ളം അല്ലെങ്കിൽ ഈ ഒരു കൂളൻ്റ് സഞ്ചരിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലൂടെയാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് അഴിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഇതുവരെ അഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മളിത് അഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ എൽബോ ആണ്. ഇതിൻ്റെ അകത്ത് തെർമോസ്റ്റാറ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ട്ടോ. ഇതാണ് നമ്മുടെ എഞ്ചിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. എഞ്ചിൻ നമ്മൾ അഴിച്ചു വെച്ചതാണ്. ഇപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലുള്ള ആ ഒരു മെറ്റൽ പൈപ്പ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതും അഴിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. കാരണം ആ ഒരു ഭാഗത്തുള്ള ഓറിങ് വരുന്ന ഭാഗത്തുള്ള കൊറോഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വലിയ രീതിയിലുള്ള കൊറോഷനാണ് ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങളിലേക്ക്. ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് എടുക്കാൻ തന്നെ നമുക്ക് നല്ലൊരു സമയം വേണ്ടി വരും എന്നുള്ളത് 100% ഉറപ്പാട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു തെർമോസ്റ്റാറ്റ് അഴിച്ചെടുത്ത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയകളൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഓയിൽ ചേഞ്ച് ഒക്കെ നല്ല രീതിയിൽ ലേറ്റ് ആയ ഒരു വാഹനമായിട്ടിത്. ഈ സത്യം പറഞ്ഞാൽ ഈ കാറ് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഓയിലേ ഇല്ലായിരുന്നു എന്ന് വേണം പറയാം കേട്ടോ. കാരണം ജസ്റ്റ് നമ്മുടെ എഞ്ചിൻ്റെ കുറച്ച് ഭാഗങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഓയിൽ മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ റിപ്പയറിംഗ് എന്ന് പറയുന്നത് വളരെ ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കേണ്ടത് നമുക്ക് ഉറപ്പാട്ടോ. കാരണം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഒരുപാട് പൈസ മുടക്കാൻ ഉദ്ദേശിക്കുന്നതല്ല കേട്ടോ. കാരണം ആരും ഈ ഒരു എഞ്ചിൻ്റെ മേലെ ഒരു കെയറിങ്ങും കൊടുത്തില്ല. അപ്പം നമ്മളിതിൻ്റെ മേലെ ഒരുപാട് പൈസ നമ്മൾ ചിലവഴിക്കുന്നില്ല. പക്ഷേ എന്നാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. കുറച്ച് കാലം ലൈഫ് കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അതാണ് നമ്മുടെ പ്ലാൻ. ഇത് നമ്മുടെ തെർമോസ്റ്റാറ്റാണ്. തെർമോസ്റ്റാറ്റൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും കൊറോഷനാണ്. എല്ലാ സ്ഥലങ്ങളിലും റസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ തെർമോസ്റ്റാറ്റ് കിട്ടിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് പുറത്തുള്ള ഗ്യാരേജുകളിൽ അയച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം പുറത്തുള്ള ഗ്യാരേജുകളിൽ കൊടുക്കുമ്പോൾ ഓവർ ഹീറ്റ് വരുന്ന സമയത്ത് അപ്പോഴേ ഇത് എടുത്ത് കളയും. ഗൈസ് ഇതാണ് നമ്മുടെ ഓയിൽ പാൻ. ഓയിൽ പാൻ്റെ അകത്തുനിന്ന് കിട്ടിയ ആ ഒരു മണ്ണ് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് കാണിച്ചു തരാം. അതായത് ഓയിൽ സ്ലഡ്ജാവും. സ്ലഡ്ജായി കഴിയും. പക്ഷേ സ്ലഡ്ജും നമ്മൾ നമ്മുടെ കയ്യിൽ പിടിച്ചിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതൊരു ഒരു ഗ്രീസ് ടൈപ്പായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ മണ്ണാണിത്. ഇതിൻ്റെ അകത്ത് മണ്ണ് വന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ താഴെ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. മാത്രമല്ല നമ്മളിട്ട ഫസ്റ്റ് പാർട്ടിന് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. പാർട്ട് 3ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം പാർട്ട് 3യിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം ഗൈസ് ഈ ഒരു സംഭവം ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇന്നോ നാളെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു എഞ്ചിനാണിത്. ഇതിൻ്റെ അകത്ത് മണ്ണും കൂടെ വാരിയിട്ടുള്ള ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ചെയ്തത് ആരായിരിക്കും എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് ഇട്ടവന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ ഗൈസ്. അപ്പം ഇത് നോക്കിയേ, വളരെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടോ ചെയ്തേ. ഗൈസ് നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഈ ഒരു എഞ്ചിനെ നമുക്ക് ബാക്ക് ടു ലൈഫാക്കി എടുക്കണം. അതായത് ജസ്റ്റ് ഇട്ടാവട്ടത്ത് കിടന്ന് ഓടാനുള്ള രീതിയിലല്ല. അതായത് ഏത് രീതിയിലും എത്ര ലോങ്ങും ഓടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു എഞ്ചിനെ നമുക്ക് റീബിൽഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് ഗൈസ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. മാത്രമല്ല നിങ്ങൾ മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പം ഞാനിപ്പോൾ അതൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ ഡീപ്പായിട്ട് കാണാൻ പറ്റും. കല്ലിൻ്റെ പീസുകളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, കല്ലിൻ്റെ പീസുകൾ മാത്രമല്ല ഇതിൽ കുറച്ച് ബെയറിങ്ങിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നതായിരിക്കും. കാരണം ബെയറിങ്ങിനൊക്കെ എങ്ങനെ കംപ്ലൈൻറ്റ് വന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഓയിൽ പ്രഷർ ഓൾറെഡി കുറവായിരുന്നു, എഞ്ചിനകത്ത് ഓയിലേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. കാരണം ഇപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഓയിൽ മാറുക എന്ന് പറഞ്ഞാൽ വലിയ പൈസയുള്ളൊരു കാര്യമൊന്നുമല്ല കേട്ടോ. ചെറിയ പൈസ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മളത് ഒരുപാട് നമ്മൾ ലേറ്റ് ആക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്.
ഇപ്പോൾ നമ്മളിതിൻ്റെ ഓയിൽ പാൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓയിൽ പാൻ നമ്മൾ പ്രഷർ വാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഓയിൽ പാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. യൂസ്ഡ് കാർ വാങ്ങുന്നവർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഓയിൽ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ എഞ്ചിനകത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എഞ്ചിൻ റീബിൽഡ് ചെയ്യുന്നത് എക്സ്പെൻസ് കുറഞ്ഞ രീതിയിലാണ്. അതായത് ഇതിൻ്റെ ഓണർക്ക് ഓൾറെഡി അറിയാം ഇതിൻ്റെ എഞ്ചിൻ വരെ റീബിൽഡ് ചെയ്യേണ്ട അവസ്ഥയാണെന്ന്. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യുന്നത് എക്സ്പെൻസ് കുറഞ്ഞ രീതിയിലാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു എഞ്ചിൻ എത്ര സമയം ഓടുന്നു വേണ്ടി നോക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഉടനെ നമ്മൾ നെക്സ്റ്റ് പാർട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.